മലയാള സിനിമ ഇപ്പൊ എന്തൊക്കെയാണ് ഈ അറ്റംപ്റ്റ് ചെയ്യുന്നത്? വേറെ ലെവല് തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പടം കണ്ടു. സംഭവം അധ്യായം 1. സംവിധായകന്റെ പേര് ജീത്തു സതീശൻ മംഗലത്ത്. ഞാൻ പേര് കേട്ടിട്ടില്ല. ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലിയാണ് ഇതിൽ നായകനായിട്ട് എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു റിമോട്ട് ലൊക്കേഷനിലേക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി വരികയാണ് പോലീസുകാരനായ ആനന്ദ് എന്ന കഥാപാത്രം. അസ്കർ അലിയാണ് ആനന്ദിനെ അവതരിപ്പിക്കുന്നത്. ബോർഡറിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിൽ നിന്നും ഈ അസ്കർ അലിയുടെ പോലീസ് സംഘത്തിന് ഒരു ഡിസ്ട്രസ് കോള് കിട്ടും. അപ്പൊ ആ കോള് പിന്തുടർന്ന് 3 പോലീസുകാർ ആ കാർഡിലേക്ക് ചെല്ലുന്നതും ആ കാർഡിലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ശില്പത്തിനെ ചുറ്റിപ്പറ്റിയുമാണ് കഥ നടക്കുന്നത്. ഒരു ജർമ്മൻ വെബ് സീരീസ് ഉണ്ട്, ഡാർക്ക്. ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ടി.വി സീരീസ് അത് തന്നെയാണ്. അതിന്റെ ഒരു ഫീൽ പിടിച്ചിട്ടാണ് ഈ പടം പോകുന്നത്. ഈ സിനിമ ത്രൂ ഔട്ട് ഒരു മിസ്റ്ററി ഫീൽ നിലനിർത്താൻ ഇതിന്റെ സിനിമറ്റോഗ്രഫിയും മ്യൂസിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതിന്റെ സിനിമറ്റോഗ്രഫി ചെയ്തത് നവീൻ ജോസ്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഫോറസ്റ്റിനെയും ആ ഗ്രീനറിനെയും ആ ഗ്രീനറിക്ക് ചുറ്റിപ്പറ്റി നടക്കുന്ന മിസ്റ്ററിനെയും നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് വളരെ ഡ്രമാറ്റിക് ആയിട്ട് തോന്നിയെങ്കിലും പടം എസ്പെഷ്യലി തുടക്കത്തിൽ ഒരു സ്ലോ നറേഷൻ ആണെങ്കിലും നമ്മളെ ഈ മിസ്റ്ററി ത്രൂ ഔട്ട് നിലനിർത്തി പിടിച്ചിരുത്തി കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. സംഭവം അധ്യായം 1.